കേരളത്തിലെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പെരുമ്പാവൂർ പോലീസിന് ജനങ്ങളുടെ ആദരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ ലഹരിമരുന്ന് പിടികൂടുകയും അന്തർദേശീയ ബന്ധമുള്ള ലഹരി സംഘങ്ങളെ കുടുക്കുകയും ചെയ്ത നടപടികളാണ് പൊതുസമൂഹം അഭിനന്ദിച്ചത്. ഫേസ് വല്ലം എന്ന കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നു ആദരം. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നേറുന്ന പെരുമ്പാവൂർ പോലീസിന് അപൂർവമായ ജനകീയ അംഗീകാരം. വല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക കൂട്ടായ്മയായ ഫേസ് വല്ലത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ ആദരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 4 കിലോ കഞ്ചാവ് പിടികൂടിയതിൽ തുടങ്ങി 18 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ശൃംഖലയെ തകർക്കുന്നതുവരെയുള്ള നിർണായക ഇടപെടലുകളാണ് പെരുമ്പാവൂർ പോലീസ് നടത്തിയത്. അന്തർദേശീയ ബന്ധമുള്ള ലഹരി സംഘാംഗങ്ങളെ വരെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. സംസ്ഥാന തലത്തിൽ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പെരുമ്പാവൂർ പോലീസിന്റെ ഇടപെടലുകൾ മുൻനിരയിലാണെന്ന് ഫേസ് വല്ലം പ്രവർത്തകർ പറഞ്ഞു. ലഹരി മാഫിയയെ നാടുകടത്താനുള്ള പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് വലിയ കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചുമാണ് ആദരം അർപ്പിച്ചത്. കേരളത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ട, ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട, ഏകദേശം 17 കോടി രൂപയോളം വിലമതിക്കുന്ന കഞ്ചാവ് വേട്ട നടത്തിയ പെരുമ്പാവൂർ പോലീസിനെ നേരിട്ട് വന്ന് അഭിനന്ദിക്കാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പോലീസിലെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവര് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ടാണ് ഈ ലഹരിവേട്ട എന്നീ അവസരത്തിൽ പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടെ ലഹരി കച്ചവടക്കാർക്കെതിരെ നിരവധി കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. മലയാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സബ് ഡിവിഷൻ പരിധിക്ക് പുറത്തുള്ള സ്റ്റേഷൻ അതിർത്തികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് നിരവധി കേസുകൾ കണ്ടെത്തിയിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.